മലബാറിലെ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ നീലഗിരി അടക്കമുള്ള മറ്റു പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് അശരണരായ രോഗികളുടെ ഏക ആശ്രയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ദിനേന ആയിരങ്ങൾ ചികിത്സ തേടുന്ന ആതുരാലയം. ദൂരദിക്കുകളിൽ നിന്ന് ഇവിടെ എത്തി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അലയുന്നവരും മരുന്നിനും ചികിത്സയ്ക്കും ആംബുലൻസ് വിളിക്കാനുമായി നാട്ടുകാരോട് കൈനീട്ടുന്നവരും ഒരു കാലത്ത് നിത്യകാഴ്ചകളായിരുന്നു. ഈ ദയനീയത കണ്ടു നിൽക്കാൻ സുമനസ്സുകൾക്ക് കഴിയുമായിരുന്നില്ല. ആയിടെ കേരളം നടുങ്ങിയ രണ്ട് മഹാദുരന്തങ്ങളുണ്ടായി. 2001 മാർച്ച് മാസത്തിൽ 44 പേർ വെന്തു മരിച്ച പൂക്കിപ്പറമ്പ് ബസ് അപകടം. 2001 ജൂൺ മാസത്തിൽ 52 പേർക്ക് ജീവഹാനി സംഭവിച്ച കടലുണ്ടി തീവണ്ടി അപകടം. ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന നേരത്ത് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി സുമനസ്സുകൾ കൈമെയ് മറന്ന് പ്രവർത്തിച്ചു. സംഘടിതമായ ഒരു സന്നദ്ധ സേവനം അനിവാര്യമാണെന്ന ആശയം ശക്തമായി. മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷം കുറ്റിക്കാട്ടൂരിലെ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് CH സെന്റർ എന്ന മഹാപ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. കേരളത്തിലെ ആദ്യ CH സെന്റർ 2001 സെപ്റ്റംബർ 6 ആദരണീയനായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ CH സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തളർന്നപ്പോൾ ഒരു കൈത്താങ്ങിനു വേണ്ടി കൊതിച്ച ആയിരക്കണക്കിന് മനുഷ്യർക്ക് CH സെന്റർ ആശ്വാസത്തിന്റെ കരം നീട്ടി. സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി വോളണ്ടിയർ സംഘത്തിന് രൂപം നൽകി. മോർച്ചറിയിലെ അനാഥ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിനും അപകടങ്ങളിൽപ്പെട്ട് ആരോരുമില്ലാതെ അത്യാഹിത വിഭാഗത്തിലെത്തുന്നവരെ പരിപാലിക്കാനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വോളണ്ടിയർമാർ സദാ സന്നദ്ധരായി. ഹോസ്പിറ്റൽ വാർഡുകൾ രൂപീകരിക്കുന്നതിനും പരിസരം വൃത്തിയാക്കുന്നതിനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് CH സെന്റർ വോളണ്ടിയർമാർ കനിവിന്റെ നിത്യ സാന്നിധ്യമായി രംഗത്തുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡസൻ കണക്കിന് വോളണ്ടിയർമാർ മെഡിക്കൽ കോളേജിൽ എത്തുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിലും സഹായിക്കുന്നതിലും വ്യാപൃതരാണ്. കൂടാതെ CH സെന്ററിന്റെ 1/2 ഡസനോളം ജീവനക്കാരും ആശുപത്രിക്കുള്ളിൽ സേവനത്തിനുണ്ട്. കോഴിക്കോട് CH സെന്ററിന്റെ സേവനങ്ങൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും കൂടുതൽ പേർ സഹായവുമായി എത്തി. ഗൾഫിലെ KMCC കമ്മിറ്റികളും നാട്ടിലുള്ളവരും ഒത്തുപിടിച്ചതോടെ കോഴിക്കോട് CH സെന്റർ ഒരു മഹാപ്രസ്ഥാനമായി വളർന്നു. ചികിത്സയിലിരിക്കെ CH സെന്ററിന്റെ സേവനം അനുഭവിച്ചറിഞ്ഞ നടുവണ്ണൂരിലെ കട്ടയാട്ട് പാത്തുമ്മ എന്ന സാധുവായ സ്ത്രീ തന്റെ ആകെയുള്ള 20 സെന്റ് കിടപ്പാടത്തിൽ നിന്ന് 10 സെന്റ് CH സെന്ററിന് ദാനം ചെയ്തു. ആ 10 സെന്റ് ഭൂമി വിൽപ്പന നടത്തിയാണ് കോഴിക്കോട് CH സെന്റർ ആദ്യ ആംബുലൻസ് വാങ്ങിയത്. ൽ സ്വന്തമായി കെട്ടിടം വാങ്ങാനും സഹായ പ്രവർത്തനം വിപുലീകരിക്കാനും കോഴിക്കോട് CH സെന്ററിന് സാധിച്ചു. സൗജന്യ മരുന്ന് വിതരണത്തിനും ആംബുലൻസ് സർവീസിനും കെട്ടിട നിർമ്മാണത്തിനും ലബോറട്ടറി സജ്ജീകരിക്കാനുമെല്ലാം KMCC കമ്മിറ്റികളുടെ ഉദാരമായ സഹായം CH സെന്ററിനെ തേടിയെത്തി. ഗൾഫ് രാജ്യങ്ങളിൽ കോഴിക്കോട് CH സെന്ററിന് പ്രത്യേകം ചാപ്റ്ററുകളുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും CH സെന്ററിന്റെ തുടക്കം തൊട്ടേ ദിവസവും ഭക്ഷണ വിതരണം നടത്തിവരുന്നു. പരിശുദ്ധ റമദാനിൽ ആയിരങ്ങൾക്ക് നോമ്പ് തുറയും അത്താഴ വിതരണവും വർഷങ്ങളായി മുടങ്ങാതെ നടന്നുവരുന്നു. പെരുന്നാൾ ദിനത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റുമായി 10,000-ഓളം പേർക്ക് പെരുന്നാൾ ഭക്ഷണം നൽകി സന്തോഷം പകർന്ന് സാന്ത്വനമായി അവരോട് ചേർന്ന് നിൽക്കുന്നു. കാർഡിയോ വാസ്കുലാർ തൊറാസിക് സർജറി തിയേറ്റർ നിർമ്മിച്ചും വാർഡുകൾ നവീകരിച്ചും മെഡിക്കൽ ഉപകരണങ്ങൾ നൽകിയും
മറ്റ് വികസന പദ്ധതികളിൽ പങ്കാളികളായും CH സെന്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിൽ നിസ്തുലമായ പങ്ക് വഹിക്കുന്നു. പാവങ്ങളായ വൃക്ക രോഗികളെ സഹായിക്കാനായി 2010 CH സെന്ററിന്റെ നേതൃത്വത്തിൽ 4 നില കെട്ടിടത്തിൽ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗജന്യമായി കമ്മ്യൂണിറ്റി ഡയാലിസിസ് ആരംഭിച്ചത് കോഴിക്കോട് CH സെന്ററാണ്. 17 മെഷീനുകൾ ഉപയോഗിച്ച് സ്വന്തമായ കെട്ടിടത്തിൽ 25 സ്റ്റാഫുകളോടെ 3 ഷിഫ്റ്റുകളായി ദിവസേന 50-ൽ പരം രോഗികൾക്ക് തീർത്തും സൗജന്യമായി ഇവിടെ ഡയാലിസിസ് നടന്നു വരികയാണ്. ഇതുകൂടാതെ ശിഹാബ് തങ്ങൾ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, കളർ ഡോപ്ലർ എന്നിവ പാവപ്പെട്ടവർക്ക് സൗജന്യമായും അല്ലാത്തവർക്ക് മെഡിക്കൽ കോളേജ് നിരക്കിലുമാണ് ചെയ്തു വരുന്നത്. 10 മുതൽ 40% വരെ വില കുറച്ച് CH മെഡിക്കൽസിൽ മരുന്നുകൾ കിട്ടുമ്പോൾ യാതൊരു അപേക്ഷാ ഫോറവും ഇല്ലാതെ സൗജന്യമായി ഫാർമസിയിൽ നിന്നും മരുന്നുകൾ വിതരണം ചെയ്യുന്നുമുണ്ട്. ലഭ്യമാകുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ അർഹത മാനദണ്ഡമാക്കി സ്റ്റോക്കില്ലാത്ത മരുന്നുകൾ വാങ്ങി നൽകിയും CH സെന്റർ സഹായിക്കുന്നു. രോഗത്തിന്റെ ഗൗരവവും കുടുംബത്തിന്റെ പശ്ചാത്തലവും മനസ്സിലാക്കി ശസ്ത്രക്രിയകൾ, ചികിത്സ എന്നിവയ്ക്ക് അവശ്യഘട്ടങ്ങളിൽ സെന്റർ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. സാധാരണക്കാരുടെ ആശ്രയമായി CH സെന്ററിന്റെ ആംബുലൻസുകൾ നഗര ഗ്രാമ വീഥികളിലൂടെ ചീറിപ്പായുമ്പോൾ ഒട്ടനേകം ജീവനുകളാണ് ഈ കാരുണ്യ തീരത്തോടൊപ്പം തുടിക്കുന്നത്. നിർധനരായ രോഗികൾക്ക് സൗജന്യമായും അല്ലാത്തവർക്ക് കുറഞ്ഞ നിരക്കിലും ആംബുലൻസ് സേവനം നൽകുന്നതിനായി 8 ആംബുലൻസുകൾ സർവീസ് നടത്തിവരുന്നു. CH സെന്ററിന്റെ ICU ആംബുലൻസ് മിതമായ നിരക്കിൽ 24 മണിക്കൂറും സർവീസ് നടത്തുന്നു. വാർദ്ധക്യവും രോഗവും തളർത്തിയ എത്രയെത്ര ജീവിതങ്ങളുണ്ട് നമുക്ക് ചുറ്റും. പാലിയേറ്റീവ് പരിചരണത്തിലൂടെ അവർക്കൊപ്പം നിൽക്കാനുള്ള കോഴിക്കോട് CH സെന്ററിന്റെ തീരുമാനം ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് CH സെന്റർ ഈ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയത്. 2020 ഓഗസ്റ്റ് 15-ന് പാലിയേറ്റീവ് രംഗത്തേക്കുള്ള CH സെന്ററിന്റെ പുതിയ ചുവടുവെപ്പിന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലിയേറ്റീവ് പരിചരണത്തിനും പരിശീലനത്തിനുമായി ആധുനിക സൗകര്യങ്ങളോടുകൂടി പൂക്കോയ തങ്ങൾ ഹോസ്പിസ് പ്രയാണം തുടരുകയാണ്. പാലിയേറ്റീവ് IP, OP, സ്റ്റോമ കെയർ ക്ലിനിക്, ഫിസിയോതെറാപ്പി എന്നിവ കൂടാതെ ദൂരദിക്കുകളിൽ നിന്നും വരുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഡോർമെട്രി കെട്ടിടം എന്നിവ ഉൾക്കൊള്ളുന്ന പൂക്കോയ തങ്ങൾ ഹോസ്പിസ് സമുച്ചയം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം അഭിമാന പുരസരം തല ഉയർത്തി നിൽക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പരിശീലന പരിപാടികൾ പൂർത്തിയാക്കിയ 100 കണക്കിന് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. നിത്യരോഗം മൂലം കിടക്കയിൽ നിന്നും അനങ്ങാൻ പോലും കഴിയാതെ എത്രയോ ആളുകൾ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നു. അവരുടെ വീടുകളിലേക്ക് പോയി ഡോക്ടർമാരും വോളണ്ടിയർമാരും 24 മണിക്കൂർ പരിചരണം നൽകി വരികയാണ്. 6 ഡോക്ടർമാരും 15 സ്റ്റാഫ് നഴ്സുമാരും ഇതിനായി കർമ്മരംഗത്തുണ്ട്.
വിവിധ ഘട്ടങ്ങളിലായി ഇതുവരെ 25,000-ലേറെ രോഗികളെ സന്ദർശിച്ച് ഡോക്ടർമാരും പാലിയേറ്റീവ് വോളണ്ടിയർമാരും സേവനം നൽകി. ഇതിനായി CH സെന്ററിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ 3 ഹോം കെയർ വാഹനങ്ങൾ 24 മണിക്കൂറും സേവന സന്നദ്ധമായി രംഗത്തുണ്ട്. കേരളത്തിലെ പാലിയേറ്റീവ് സാന്ത്വന പരിചരണ രംഗത്ത് സമാശ്വാസത്തിന്റെ പേരായി പൂക്കോയ തങ്ങൾ ഹോസ്പിസ് അഥവാ PTH ഹോം കെയർ മാറിക്കഴിഞ്ഞു. COVID-19 മഹാമാരി ലോകമാകെ ഭീതി പരത്തിയ സാഹചര്യത്തിലും കോഴിക്കോട് CH സെന്റർ പ്രവർത്തനം ഭക്ഷണമായും മരുന്നായും ഇടതടവില്ലാതെ തുടർന്നു. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പ്രവാസി കുടുംബങ്ങളിലേക്ക് സൗജന്യ മരുന്നുകൾ എത്തിക്കുന്ന മെഡികെയർ പദ്ധതി യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡിന്റെ സഹായത്തോടെ ഏറ്റെടുത്ത് നടപ്പാക്കിയത് ശ്രദ്ധേയമായ സംഭവമായിരുന്നു. 2800 പ്രവാസി കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ സൗജന്യ മരുന്നാണ് കോഴിക്കോട് CH സെന്റർ ഈ പദ്ധതിയിലൂടെ നൽകിയത്. ആധുനിക സംവിധാനത്തോടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജിന് സമീപം തലയെടുപ്പുള്ള 4 കെട്ടിടങ്ങളിലായി കോഴിക്കോട് CH സെന്റർ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മഹത്തായ മാതൃക സൃഷ്ടിച്ച കുതിപ്പ് തുടരുകയാണ്. ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഓഫീസ് ജീവനക്കാരും ഉൾപ്പെടെ 100-ലേറെ ജീവനക്കാർ കോഴിക്കോട് CH സെന്ററിന്റെ മുന്നേറ്റത്തിന് കരുത്തായി കൂടെയുണ്ട്. ദൈനംദിന ഇടപെടലുകളിലൂടെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ വഴി നടത്താൻ നിസ്വാർത്ഥമായ നേതൃനിരയുമുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായും അല്ലാത്തവർക്ക് മിതമായ നിരക്കിലും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കോഴിക്കോട് CH സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ശിഹാബ് തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഈ ബൃഹത്തായ പദ്ധതിക്ക് വേണ്ടി കോഴിക്കോട് വയനാട് റോഡിൽ താമരശ്ശേരിക്ക് സമീപം ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്കൊരുമിച്ച് ശ്രമിക്കാം. 20ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച 20 കോടിയുടെ പദ്ധതികളുമായി കോഴിക്കോട് CH സെന്റർ പ്രയാണം തുടരുകയാണ്. രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള കരുതലാണ് പ്രധാനം. ചികിത്സിക്കാൻ നാം ചെലവഴിക്കുന്ന വിഭവശേഷി ഈ ലക്ഷ്യം മുൻനിർത്തി ഉപയോഗിച്ചാൽ 10 മടങ്ങ് ആളുകൾ രോഗത്തിലേക്ക് വഴുതി വീഴുന്നത് തടയാൻ കഴിയും. ഈ സന്ദേശമുയർത്തി CH സെന്റർ ആരംഭിച്ച കിഡ്നി ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കരുതലാണ് കാവൽ എന്ന പ്രമേയത്തിലാണ് ക്യാമ്പയിൻ നടന്നു വരുന്നത്. ബോധവൽക്കരണ ക്ലാസുകൾക്കൊപ്പം രോഗം മുൻകൂട്ടി കണ്ടെത്താനുള്ള പരിശോധനകളും ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നുവരുന്നു. വിവിധ പ്രദേശങ്ങളിൽ മൊബൈൽ ലാബ് വാഹനങ്ങളുമായി നേരിട്ടെത്തിയാണ് കോഴിക്കോട് CH സെന്റർ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മലബാറിലെ ആതുര സേവനത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് പ്രതിവർഷം 4 ലക്ഷത്തോളം പേർക്ക് താങ്ങും തണലുമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ വിസ്മയമാവുകയാണ് കോഴിക്കോട് CH സെന്റർ. അതിരില്ലാത്ത കാരുണ്യത്തിന്റെ നേരടയാളം. വിശുദ്ധ റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ചകളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം സാധാരണക്കാരായ ലക്ഷക്കണക്കിന് സുമനസ്സുകളിൽ നിന്നും സ്വരൂപിക്കുന്ന ഫണ്ട് കളക്ഷനാണ് കോഴിക്കോട് CH സെന്ററിന്റെ വരുമാനത്തിൽ പ്രധാനം. കൂടാതെ വിദേശ രാജ്യങ്ങളിലെ KMCC കമ്മിറ്റികളുടെ ഉദാരമായ സഹായവും ജാതി മതഭേദമന്യേ 10,000-ങ്ങൾ CH സെന്ററിന്റെ കാരുണ്യം അറിയുകയും സ്നേഹപൂർവ്വം CH സെന്ററിനെ സഹായിക്കുകയും ചെയ്യുന്നു. അതെ, കലവറയില്ലാത്ത കാരുണ്യവുമായി സേവന ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ലുകൾ പിന്നിട്ട് കോഴിക്കോട് CH സെന്റർ പ്രയാണം തുടരുകയാണ്. സുമനസ്സുകളുടെ സ്നേഹവും സഹായവും ലക്ഷക്കണക്കിന് രോഗികളുടെ പ്രാർത്ഥനയുമാണ് കോഴിക്കോട് CH സെന്ററിന്റെ ഊർജം.
കൂടെ നിൽക്കാം ഈ കാരുണ്യ തീരത്തോടൊപ്പം.